Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? I hope you're all fine and safe at home. Are you studying well? Physics ഒക്കെ എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പം we are learning the chapter 3. Starting with the dua. ربي يسر ولا تعسر وتمم بالخير وبك نستعين يا فتاح ربي زدني علما ربي زدني علما ربي زدني علما. Okay, the third chapter is electromagnetic induction. And we have covered Faraday's experiments and AC generator, etc. Today we will be learning about DC generator. What is the peculiarity of DC generator? പേര് പറയുന്നത് പോലെ തന്നെ എ സി ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ സി കറണ്ട് ആയിരിക്കും, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കും. പക്ഷേ ഡി സി ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് വിൽ ബി ഡയറക്റ്റ് കറണ്ട്. ദർ ഈസ് നോ ചേഞ്ച് ഇൻ കറണ്ട്. ഡയറക്ഷൻ ഓഫ് കറണ്ട് ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മളുടെ ഡി സി ജനറേറ്ററിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഡി സി ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ, വർക്കിംഗ് ഇത് മൂന്നും പഠിക്കാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ടേക്ക് യുവർ പെൻസിൽ ആൻഡ് ഡ്രോ ഡി സി generator. For current to induce, what all setup we should have? എ സി ജനറേറ്ററിൽ പഠിച്ചതുപോലെ തന്നെ എന്തൊക്കെ സെറ്റപ്പാണ് നമുക്ക് വേണ്ടത്? ഫീൽഡ് മാഗ്നറ്റ്സ് വേണം അല്ലേ? ആദ്യം ഫീൽഡ് മാഗ്നറ്റ്സ് വരച്ചോളൂ. നോർത്ത് മാഗ്നറ്റ്, സൗത്ത്. There are two permanent field magnets. In that field, an armature coil wound around a soft iron core is present. അപ്പോൾ നമ്മൾ ആർമേച്ചർ കോയിൽ വരയ്ക്കണം. ആർമേച്ചർ കോയിലിനെ ഒരു റെക്റ്റാങ്കിൾ രീതിയിൽ വരയ്ക്കുക. ആർമേച്ചർ കോയിൽ ഈസ് നെയിംഡ് ആസ് ABCD. വരച്ചോ? ഓക്കെ. ഇനി നമ്മൾ ഡി സി ജനറേറ്ററാണ് പഠിക്കുന്നത്. എ സി ജനറേറ്ററിൽ ആർമേച്ചർ കോയിലിൻ്റെ താഴെ നമ്മൾ എന്ത് റിങ്ങാണ് ഉപയോഗിച്ചത്? വിച്ച് റിങ് ഡിഡ് വി യൂസ്? സ്ലിപ്പ് റിങ് ആണ് യൂസ് ചെയ്തത്. ബിക്കോസ് ആർമേച്ചർ ഫുൾ കറങ്ങുമ്പം സ്ലിപ്പ് റിങ് കൂടെ കറങ്ങും. ഈ സ്ലിപ്പ് റിങ് ആണ് നമ്മുടെ ആർമേച്ചർ കോയിലിൽ സ്ലിപ്പ് റിങ് കൂടെ കറങ്ങുന്നത് കൊണ്ടായിരുന്നു കറണ്ടിൻ്റെ ഡയറക്ഷൻ അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമുക്ക് ഡി സി ആണ്. വി വാണ്ട് എ ഡി സി കറണ്ട്. സോ ഡയറക്ഷൻ ഓഫ് കറണ്ട് മസ്റ്റ് നോട്ട് ചേഞ്ച്. അതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഡി സി ആണ്, അതുകൊണ്ട് സ്പ്ലിറ്റ് റിംഗ് ഉപയോഗിക്കും. വി യൂസ് സ്പ്ലിറ്റ് റിംഗ് ഇൻ ഡി സി ജനറേറ്റർ. ഡി സി മോട്ടർ ആയാലും ഡി സി ജനറേറ്റർ ആയാലും സ്പ്ലിറ്റ് റിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? ആണ്. അപ്പോൾ സ്പ്ലിറ്റ് റിങ്ങിൻ്റെ പേര് AB എന്ന് പറയുന്ന സൈഡിൻ്റെ കൂടെ വി പ്ലേസ് R1 സ്പ്ലിറ്റ് റിംഗ് ആൻഡ് DC എന്ന് പറയുന്ന സൈഡിൻ്റെ കൂടെ R2 സ്പ്ലിറ്റ് റിംഗ്. നൗ കണക്ട് ടു കാർബൺ ബ്രഷസ്. കണക്ട് ചെയ്താൽ മാത്രം മതി. ഈ R1ൻ്റെ കൂടെ വെൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉള്ളി ജസ്റ്റ് ടച്ച് ചെയ്ത് വിട്ടാൽ മതി. ഈ ബ്രഷ് B1 വെൽഡഡ് അല്ല, ബസ് ടച്ച് ചെയ്യുന്നു എന്ന് മാത്രം. B1ഉം B2 ബ്രഷ്, കാർബൺ ബ്രഷ്. കാർബൺ ബ്രഷിന് എന്ത് എക്സ്റ്റേണൽ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യണം. എക്സ്റ്റേണൽ സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ഗാൽവനോമീറ്റർ കാണും അല്ലേ? ഗാൽവനോമീറ്റർ കാണും. അപ്പം ഫീൽഡ് മാഗ്നറ്റ്സ്, ആർമേച്ചർ കോയിൽ, സ്പ്ലിറ്റ് റിങ്സ്, കാർബൺ ബ്രഷസ് ആൻഡ് ഗാൽവനോമീറ്റർ. ഇതാണ് നമ്മളുടെ ഡയഗ്രാം. നടുക്കൂടെ ഒരു ആക്സിസും കൂടെ വരച്ചോളൂ. നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? we are going to generate current. നമ്മൾ ഏത് ഫോം ഓഫ് എനർജിയാണ് കറണ്ടിലോട്ട് മാറ്റുന്നത്? നമ്മൾ മെക്കാനിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നത്. സോ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി എന്ന് ആദ്യം എഴുതുക. മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. എഴുതിയോ? ഡിഡ് യു റൈറ്റ്? ഓക്കെ. നൗ വി വാണ്ട് മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജിക്ക് എന്ത് ചെയ്യും? ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യും. അതാണ് നമ്മുടെ മെക്കാനിക്കൽ എനർജി. ഈ കോയിൽ ഞാൻ റൊട്ടേറ്റ് ചെയ്യാൻ പോവുകയാണ്. AB ആദ്യം റൊട്ടേറ്റ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകും, പിന്നെ
അപ്പോൾ സി ഡിയെ താഴോട്ട് കൊണ്ടുപോകും. എ ബി ഫ്രണ്ടിലോട്ട് വരും, സി ഡി താഴോട്ട് പോകും. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനായിട്ട് കോയിൽ മൂവ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വി ആർ മൂവിങ് വിത്ത് ആൻ ആക്സിൽ. ഒരു ആക്സിൽ ഉണ്ടാകും ഇതിനെ കൂടെ യോജിപ്പിച്ചിട്ട് ആ ആക്സിൽ നമ്മളിങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കലാണ് നമ്മുടെ ജോലി. സോ ഞാൻ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞു അല്ലേ. ഇലക്ട്രിക്കൽ എനർജി കിട്ടും, മെക്കാനിക്കൽ എനർജിന്ന് ഇലക്ട്രിക്കൽ എനർജി കിട്ടും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയേണ്ടത് വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡ്യൂസിങ് കറണ്ട്. പ്രിൻസിപ്പിൾ എന്താണ്? പ്രിൻസിപ്പിൾ എന്താണ് പറഞ്ഞോ? എല്ലാവർക്കും അറിയാമല്ലോ, പറഞ്ഞോ എന്താണ് പ്രിൻസിപ്പിൾ, എഴുതിക്കോ. ദ പ്രിൻസിപ്പിൾ ഓഫ് DC ജനറേറ്റർ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആ ലെസൻ്റെ പേരാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്? നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വി കീപ്പ് എ മൂവിങ് കണ്ടക്ടർ ഇൻസൈഡ് എ മാഗ്നറ്റിക് ഫീൽഡ് സച്ച് ദാറ്റ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചസ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ആ കണ്ടക്ടറിൽ കറണ്ട് ജനറേറ്റ് ചെയ്യും, ഇൻഡ്യൂസ്ഡ് കറണ്ട് ജനറേറ്റ് ചെയ്യും. ഏത് റൂളായിരുന്നു നമ്മൾ ആ കറണ്ട് ജനറേഷൻ്റെ ഡയറക്ഷൻ പറയാൻ ഉപയോഗിക്കുന്ന റൂൾ ഏതായിരുന്നു? ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദ കറണ്ട് ജനറേറ്റഡ് ബി? യൂസിങ് Fleming's right hand rule. So keep your right hand, 3 fingers of the right hand, thumb, forefinger and middle finger mutually perpendicular to each other. എല്ലാവരും പിടിച്ചേ, നിങ്ങളുടെ കൈകൾ പിടിച്ചേ, റൈറ്റ് ഹാൻഡ് പിടിച്ചേ. thumb direction of force അല്ലെങ്കിൽ motion of conductor, forefinger magnetic field, then induced current will be in the direction of middle finger. So ഇവിടെ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നത് ഏത് സൈഡിൽ നിന്ന് ഏത് സൈഡിലോട്ടാണ്? മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മോഷൻ ഓഫ് ദ കണ്ടക്ടർ നമുക്കറിയാം. എ ബി അപ്പാണ്, സി ഡി ഡൗൺ ആണ്, അതാണ് തുടക്കം. അപ്പോൾ എ ബിയെ ഞാൻ അപ്പ് ചെയ്തു, എ ബി ഇങ്ങനെ അപ്പ് പോയി. ഓക്കെ, സി ഡി ഡൗൺ ആണ്, സി ഡി ഡൗൺ പോയി. ഓക്കെ, അപ്പ് ആരവും ഡൗൺ ആരവും മനസ്സിലായോ? നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത് അല്ലേ. അപ്പം കറണ്ട് ഇങ്ങനെ ആയിരിക്കും. അപ്പം കറണ്ട് നിങ്ങളൊന്ന് കൈയൊന്ന് വെച്ച് നോക്കിയേ, കൈയൊന്ന് വെച്ച് നോക്കിയേ. I am taking my right hand. Listen. I am taking my right hand. My forefinger north to south വെച്ചു. മൈ തമ്പ് അപ്വേർഡ്സ്, ഇപ്പം ബോർഡിൽ നിന്ന് വെളിയിലോട്ട് വരുന്നു, അപ്പം ഞാൻ എൻ്റെ തമ്പിനെ വെളിയിലോട്ട് കാണിച്ചു. മൈ മിഡിൽ ഫിംഗർ വിൽ ബി പോയിൻറ്റിങ് അപ്വേർഡ്സ്, എ നിന്ന് ബിയിലോട്ട് പോകുന്നതായിട്ടാണ് എൻ്റെ മിഡിൽ ഫിംഗർ കാണിക്കുന്നത് അല്ലേ. അപ്പം എന്താണ് മിഡിൽ ഫിംഗർ അങ്ങനെ കാണിക്കുന്നതിൻ്റെ മീനിങ് എന്താണ്? കറണ്ട് ജനറേറ്റ് ചെയ്തു, ഇൻഡ്യൂസ് ചെയ്ത കറണ്ട് എയിൽ നിന്ന് ബിയിലോട്ടാണ്. സിമിലർലി സിയിൽ നിന്ന് ഡിയിലോട്ടൊന്ന് നിങ്ങൾ പോയിക്കുക, മാഗ്നറ്റിക് ഫീൽഡ് വെച്ചു, സി ടു ഡി മൂവ്മെൻറ്റ് ഉള്ളിൽ ബോർഡിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത്. അപ്പം കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴോട്ടാണ്, കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴോട്ടാണ്. എല്ലാവരും ചെയ്തു നോക്കിയോ? ചെയ്തു നോക്കി. അപ്പോൾ സി ഡി താഴോട്ടാണ്. ഇപ്പം നമ്മൾക്ക് വി ഗോട്ട് എ കറണ്ട് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷൻ എ ബി ടു സി ഡി. ഇനി ഡിയിൽ നിന്ന് ഇറ്റ് വിൽ കണക്ട് ടു R2, R2വിൽ നിന്ന് ബ്രഷ് B2, B2വിൽ നിന്ന് വീണ്ടും B1. അപ്പോൾ നമുക്ക് ഈ ഗാൽവനോമീറ്റർ ഒരു സൈഡിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യൂലേ, B2വിൽ നിന്ന് B1ലോട്ടാണ് പോകുന്നത്. അപ്പം ഇങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും, B1ലോട്ട് പോയി. അങ്ങനെയാണ് ആ ലൂപ്പ് കംപ്ലീറ്റ് ആയത്. നൗ ഇത് ഈ പൊസിഷനിലിരിക്കുമ്പോൾ നമ്മളുടെ കറണ്ടിൻ്റെ ഡയറക്ഷനാണ്. ഞാൻ ഈ പൊസിഷൻ റൊട്ടേറ്റ് ചെയ്യുമല്ലോ, ഇങ്ങനെ ഈ ഇരിക്കുന്ന, സപ്പോസ് ഐ ആം ടേക്കിംഗ് ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഹൊറിസോണ്ടലി ഇരിക്കുന്ന ആർമേച്ചർ കോയിലിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഹൊറിസോണ്ടലി ഇരിക്കുന്ന ആർമേച്ചർ കോയിലിനെ എ ബി അപ്വേർഡ് പോയി ഇപ്പുറത്തോട്ട് വന്നു, സി ഡി ഇപ്പുറത്തോട്ട് വന്നു അല്ലേ. അപ്പം നമുക്ക് അതും കൂടെ നോക്കണ്ടേ? നോക്കാം. പിക്ചർ വരച്ചോ. ഇതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. രണ്ടാമത്തെ പിക്ചർ നിങ്ങൾ വരച്ചേ. എങ്ങനെ വരയ്ക്കും? എ ബി റൈറ്റ് സൈഡിൽ പോവും, എ ബി വീണ്ടും റൈറ്റ് സൈഡിൽ പോയി. എങ്ങനെ വരച്ചു? ഇത് സി വരും, ഇവിടെ ഡി വരും, ഇത് ബി വരും, ഇത് എ വരും. അപ്പം എങ്ങനെയാണെന്ന് വരയ്ക്കുന്നത്? സി ഡിയിൽ എങ്ങനെയാ കറണ്ട് ഒന്ന് പോകുന്നതെന്ന് പറഞ്ഞേ. നോർത്ത് ടു സൗത്ത് മാഗ്നറ്റിക് ഫീൽഡ്, സി ഡി ഈസ് അഗെയിൻ മൂവിങ് അപ്വേർഡ്, കറണ്ട് വിൽ സി ടു ഡി, കറണ്ട്
സി ടു ഡി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും രണ്ടാമത്തെ പടം വരച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സി ടു ഡി ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അല്ലേ? കറണ്ടിൻ്റെ ഫ്ലോയ്ക്ക് സി ടു ഡി നേരത്തെ ഏത് ഡയറക്ഷനിലായിരുന്നു? താഴോട്ടായിരുന്നു. സി ടു ഡി ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണ്? മേലോട്ടാണ്. കണ്ടോ, ഈ സൈഡിൽ നിന്നപ്പം ഈ ആർമേച്ചർ കോയിൽ താഴോട്ടായിരുന്നു കറണ്ട് ഫ്ലോ, ഇപ്പുറത്തോട്ട് വന്ന് ചാടിയപ്പോൾ മേളിലോട്ടായി. ഓക്കെ, ഇവിടെയും റൈറ്റ് ഹാൻഡ് വെച്ച് നോക്കിയാൽ വീണ്ടും താഴോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ സെയിം ഡയറക്ഷൻ തന്നെയാണ്. കണ്ടോ, പ്രീവിയസ്ലി വരച്ച ലെഫ്റ്റ് സൈഡിൽ അപ്പ്, റൈറ്റ് സൈഡിൽ ഡൗൺ ആണ് കിട്ടിയത്. ഇപ്പോഴും ലെഫ്റ്റ് സൈഡിൽ അപ്പ്, റൈറ്റ് സൈഡിൽ ഡൗൺ എന്നാണ് കറണ്ട് കിട്ടുന്നത്. പക്ഷേ എ ബിയും സി ഡിയും പ്ലേസസ് സ്വിച്ച് ചെയ്തെന്ന് മാത്രം. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഈ B2 to B1 ആണോ എന്ന് നോക്കണം. മാത്രമല്ല R2ഉം R1ഉം മാറിയോ എന്ന് നോക്കണം. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളുടെ ആർമേച്ചർ കോയിൽ മാറുമ്പോൾ റിങ് മാറുമോ? വിൽ ദ റിങ് ചേഞ്ച്? യെസ്, ഈ റിങ് എ ബിയുടെ കൂടെ അറ്റാച്ച്ഡ് ആണല്ലേ. അപ്പം റിങ് മാറി, എ ബിയുടെ കൂടെ ഉള്ള റിങ് ഇപ്പുറത്ത് വന്നു, ബി സി ഡിയുടെ കൂടെ ഉള്ള റിങ് അപ്പുറത്ത് വന്നു. കണ്ടോ, അപ്പം റിങ്ങും കൂടെ പോയി. ബ്രഷ് മാറിയോ? ബ്രഷ് മാറിയിട്ടില്ല. അപ്പം B1 എന്ന് പറയുന്ന ബ്രഷും B2 എന്ന് പറയുന്ന ബ്രഷും മാറിയിട്ടില്ല. സോ റൈറ്റ് വിത്ത് മീ, the B1 brush will be in contact with the coil moving upwards. B1 brush will always be in contact with the coil side moving upwards. B2 brush will be in contact with the coil side moving downwards. Very good. അപ്പോൾ B1ഉം B2ഉം ഫിക്സഡ് ആണ്, മാറത്തില്ല. അപ്പോൾ ഈ കറണ്ട് ഫ്ലോ നോക്കിക്കേ. കറണ്ട് ഫ്ലോ നേരത്തെ B2 to B1 ആയിരുന്നു, ഇപ്പോഴും B2 to B1 ആണ്. കറണ്ടിന് ചേഞ്ച് ഇല്ല. അൺലൈക്ക് എ സി ജനറേറ്റർ. എ സി ജനറേറ്ററിലാണെങ്കിൽ ആദ്യത്തെ ഹാഫ് റൊട്ടേഷനിൽ ബ്രഷ് B2 to B1 ആണെങ്കിൽ രണ്ടാമത്തെ ഹാഫ് റൊട്ടേഷനിൽ മാറും, B1 to B2 ആയി മാറും. ഇവിടെ അങ്ങനെ മാറുമോ? വിൽ ഇറ്റ് ചേഞ്ച്? നോ, വി വാണ്ട് എ ഡയറക്റ്റ് കറണ്ട്. ദാറ്റ്സ് വൈ വി ഹാവ് B2 to B1 ദ ഹോൾ ടൈം. B2 to B1 തന്നെയാണ് എക്സ്റ്റേണൽ സർക്യൂട്ടിലെ കറണ്ട്. B2 to B1 കേട്ടോ, എക്സ്റ്റേണൽ സർക്യൂട്ടിലെ കറണ്ട് എപ്പോഴും B2 to B1 ആണ്. ഇൻ ദിസ് കേസ് വെർ ദ കോയിൽ ഈസ് മൂവിങ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി നമുക്ക് ഈ ഡി സി ജനറേറ്ററിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് അല്ലെങ്കിൽ EMF ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് വരയ്ക്കണം. ഹൗ ഡു വി ഡ്രോ ദാറ്റ്? ഓക്കെ, ലിസൺ. ഓക്കെ, ഇത് EMF ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് റൊട്ടേഷൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ ടൈം പീരീഡ്, എന്തെങ്കിലും ടൈം പീരീഡോ റൊട്ടേഷൻ്റെ ഡിഗ്രിയോ ഇവിടെ നമുക്ക് എക്സ് ആക്സിസിൽ പറയാം. ഇപ്പോൾ DC വരയ്ക്കുമ്പോൾ EMF എന്ന് പറയുന്നത് ഇൻക്രീസ് ആവും, ഡിക്രീസ് ആവും, മിനിമത്തിൽ വരും, വീണ്ടും ഇൻക്രീസ് ആവും, ഡിക്രീസ് ആവും, മിനിമത്തിൽ വരും, വീണ്ടും ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ചെയ്യും, മിനിമത്തിൽ വരും. ഇതാണ് DCയുടെ ഗ്രാഫ്. അൺലൈക്ക് AC ഗ്രാഫ്, DCയുടെ ഗ്രാഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും, ബട്ട് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഡസ് നോട്ട് ചേഞ്ച്. ഡയറക്ഷൻ ഓഫ് EMF ഓൾസോ ഡസ് നോട്ട് ചേഞ്ച്. EMFിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0ൽ നിന്ന് പീക്ക് വരെ എത്തും, പിന്നെ പീക്കിൽ നിന്ന് വീണ്ടും താഴെ പോവും, പിന്നെ EMF വീണ്ടും കൂടും, വീണ്ടും കുറയും, നെഗറ്റീവിലോട്ട് പോകത്തില്ല. ഡയറക്ഷൻ ഓഫ് കറണ്ട് ചേഞ്ച് ചെയ്യാത്തതുകൊണ്ടാണത് നെഗറ്റീവിലോട്ട് പോവാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇത് ഡയറക്റ്റ് കറണ്ട് ആണോ ഓൾട്ടർനേറ്റീവ് കറണ്ട് ആണോ എന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് കറണ്ടിൻ്റെ ഗ്രാഫ് ആണെന്ന് പറയണം. ഓക്കെ, ഈ ഡയറക്റ്റ് കറണ്ടിൻ്റെ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണ്? കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറുന്നില്ല, ബട്ട് EMFിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നുണ്ട്. EMFിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നുണ്ട്. ഇത് മാത്രമല്ല ഡയറക്റ്റ് കറണ്ട്. ഇതിപ്പോൾ നമ്മൾക്ക് ഡയറക്റ്റ് കറണ്ട് ജനറേറ്ററിൻ്റെയാണ്. ഈ ഡയറക്റ്റ് കറണ്ട് നമുക്കൊരു ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് കറണ്ട് വന്നൂടെ? ഇപ്പോൾ ഒരു ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് കറണ്ട് വന്നാൽ എങ്ങനെ ഇരിക്കും? ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് കറണ്ട് വന്നാൽ ഇങ്ങനെ ഇരിക്കും. ബാറ്ററിയിലെ DC, ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു സെല്ലിൽ നിന്ന് ഒരു ഡയറക്റ്റ് കറണ്ട് വരുവാണെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ്. വൈ? EMFിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നില്ല. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് EMF ഈസ് കോൺസ്റ്റൻറ്റ് ഇൻ ബാറ്ററി.
കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള EMF ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് ഈസ് നോട്ട് ഹാപ്പനിങ് ദെയർ. മനസ്സിലായോ? പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോയിലൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് 0 മുതൽ മാക്സിമം വരെ ഒരു വാല്യൂ കാണും, പിന്നെയും കുറയും, പിന്നെയും. അത് റൊട്ടേഷൻ കാരണം സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഹിയർ ബാറ്ററിയുടെ DC ഇങ്ങനെയാണ്. ചോദിച്ചാൽ എഴുതുക, ബാറ്ററിയുടെ DC ഇങ്ങനെയാണ് ഗ്രാഫ്. ഓക്കെ, ഇനി ഞാനൊരു ഗ്രാഫ് വരയ്ക്കാം. ക്യാൻ യു റെക്കഗ്നൈസ്? ലുക്ക്, ഇതെന്താണ്? ഇതും DC ജനറേറ്ററിൻ്റെ ഗ്രാഫ് തന്നെയാണ്. പക്ഷേ നെഗറ്റീവ് സൈഡിലാണ് EMF. കോൺസ്റ്റൻ്റ്ലി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഡസ് ദ ഡയറക്ഷൻ ചേഞ്ച്? നോ. ഡയറക്ഷൻ ഓഫ് കറണ്ട് ഹിയർ ഓൾസോ ഡസ് നോട്ട് ചേഞ്ച്. ബട്ട് ദ തിങ് ഈസ്, ഈ കോയിൽ തിരിച്ചാണ് കറങ്ങുന്നത്. കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അത് കറങ്ങുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ ഒരു ഗ്രാഫ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഗ്രാഫ് ചോദിച്ചാലും നിങ്ങൾ എഴുതണം, ഈ ഗ്രാഫും ഡയറക്റ്റ് കറണ്ടിൻ്റെ ഗ്രാഫാണ്, ഡയറക്റ്റ് കറണ്ട് ജനറേറ്ററിൻ്റെ ഗ്രാഫാണ്. ഓക്കെ, തെറ്റത്തില്ലല്ലോ? നമുക്ക് അപ്പോൾ ഞാൻ പറയാം. ഓക്കെ, ടെൽ വിത്ത് മീ, നോർത്ത് ടു സൗത്ത് ഏതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ? പറയൂ. ടെൽ മീ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഫ്രം നോർത്ത് ടു സൗത്ത്. ഓക്കെ, ഫസ്റ്റ്ലി ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡിന് പാരലലായിട്ടാണ് നമ്മുടെ പ്ലെയിൻ ഇരിക്കുന്നത്, അല്ലേ? മാഗ്നറ്റിക് ഫീൽഡിന് പാരലലായിട്ടല്ലേ പ്ലെയിൻ ഇരിക്കുന്നത്? അത് മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഓക്കെ, പ്ലെയിൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ്, അല്ലേ? നമ്മുടെ കോയിലിരിക്കുന്നത് ഇങ്ങനെയല്ലേ? മാഗ്നറ്റിക് ഫീൽഡിന് പാരലലായിട്ടാണ് ഇരിക്കുന്നത്. സോ നോർത്ത് ടു സൗത്ത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റ് കേസിൽ ഫസ്റ്റ് റൊട്ടേഷനിൽ R1 R2 ആണ്, അല്ലേ? ഫസ്റ്റ് റൊട്ടേഷനിൽ R1 ഇവിടെ, R2 അപ്പുറത്ത്. ഈ സമയത്ത് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് നോക്കിയാൽ കറണ്ട് ഫ്രം A to B. ഓക്കെ, കറണ്ട് ഫ്രം A to B. അപ്പുറത്തെ സൈഡിൽ കറണ്ട് ഫ്രം C to D. ഓർമ്മയുണ്ടോ? C to D. ഓക്കെ, ഇനി ഞാൻ കോയിൽ 180 ഡിഗ്രി വീണ്ടും റൊട്ടേറ്റ് ചെയ്തു. ആഫ്റ്റർ ഹാഫ് റൊട്ടേഷൻ this becomes C, this becomes D. After half rotation this becomes B and this becomes A. ഓക്കെ, പറഞ്ഞോളൂ. ഇത് R2 ആവും, ഇത് R1 ആവും. വേറെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? വേറെ ഒരു ചേഞ്ചും ഇല്ല. കറണ്ടിൻ്റെ ഡയറക്ഷൻ വരെ സെയിം ആണ്. ഓക്കെ, അപ്പോൾ DC ജനറേറ്റർ എന്ന് പറയുന്നത് സിംഗിൾ യൂണി ഡയറക്ഷണൽ കറണ്ട് അല്ലെങ്കിൽ EMF കാണിക്കുന്നതാണ്. EMF മാഗ്നിറ്റ്യൂഡ് ക്യാൻ വേരി ഫ്രം 0 to a peak value, ബട്ട് കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, ഓക്കെ, ദിസ് ഈസ് വാട്ട് വി ഹാവ് ലേണിംഗ് ഇൻ ദിസ് ടോപ്പിക് ടുഡേ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. 54 പേജ് നമ്പർ. ടേക്ക് ദാറ്റ് പേജ് നമ്പർ. അപ്പോൾ നോക്ക്. കണക്ട് ദ ഔട്ട്പുട്ട് ഓഫ് എ സ്മോൾ DC ജനറേറ്റർ ടു എ ഗാൽവനോമീറ്റർ ആൻഡ് റൊട്ടേറ്റ് ദ ആർമേച്ചർ കണ്ടിന്യൂസ്ലി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഉത്തരം പറയുക. ടെൽ മീ ദ ആൻസർ. ഹൗ ഈസ് ദ നീഡിൽ ഡിഫ്ലക്റ്റഡ്? Needle is deflected to the same position the whole time, the same direction the whole time, അല്ലേ? സെക്കൻഡ്, is the direction of current changing? പറയൂ, ഉത്തരം പറയൂ. is the direction of current changing? No. Third, is the magnitude of current the same? പറയൂ. കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം അല്ല. EMFിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് EMF ചേഞ്ചസ് ഫ്രം 0 to പീക്ക്. അപ്പം മാഗ്നിറ്റ്യൂഡ് സെയിം അല്ല, മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയണം. അപ്പോൾ നമ്മളുടെ ഗ്രാഫ് നോക്കുക. ഗ്രാഫിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്? EMF ഓഫ് AC, DC ആൻഡ് ജനറേറ്റർ DC, ബാറ്ററി DC, ജനറേറ്റർ DCയുടെ ഒക്കെ ഗ്രാഫ്സ് കൊടുത്തിട്ടുണ്ട്. നോക്കിയോ? എന്താണ് അതിനകത്ത് തന്നേക്കുന്നത്? ആദ്യം AC-യുടെ EMF വായിച്ചോ. ഡയറക്ഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി, അതാണ് നമ്മൾ ആദ്യം എഴുതിയത്, അല്ലേ? ഡയറക്ഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം? നമ്മളുടെ ഇത് നോക്കിക്കേ, അതിൻ്റെ അടുത്ത പോയിന്റ് എന്ത് എഴുതും? EMF ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ്. അടുത്ത പോയിന്റ് അതാണ്. EMF ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ്. എഴുതിയോ? സെക്കൻഡ്,
ബാറ്ററി ഡി സി, ഇ എം എഫ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ 2 പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? ഡയറക്ഷൻ കോൺസ്റ്റൻ്റ് ആണ്, ഇ എം എഫ് കോൺസ്റ്റൻ്റ് ആണ്. അതാണ് അതിൻ്റെ 2 പോയിൻറ്റും. ദ ഡയറക്ഷൻ ഈസ് കോൺസ്റ്റൻ്റ് ആൻഡ് ഇ എം എഫ് ഈസ് കോൺസ്റ്റൻ്റ്. എഴുതിയോ? ഇനി ജനറേറ്റർ ഡി സി. ജനറേറ്റർ ഡി സിയിൽ 2 പോയിൻ്റ് എഴുതണം. എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിൻ്റ് ഡയറക്ഷൻ കോൺസ്റ്റൻ്റ് ആണ്, ഡയറക്ഷൻ കോൺസ്റ്റൻ്റ് ആണ്. സെക്കൻഡ് പോയിൻ്റ് ഇ എം എഫ് ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ, വർക്കിംഗ് ഓഫ് ഡി സി ജനറേറ്റർ. ഓക്കെ, ഡി സി ജനറേറ്ററിൽ സ്ലിപ്പ് റിംഗ് ആണോ സ്പ്ലിറ്റ് റിംഗ് ആണോ ഉപയോഗിക്കുന്നത്? സ്പ്ലിറ്റ് റിംഗ് ആണ്. ഓക്കെ, സ്ലിപ്പ് റിംഗ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്ററിലാണ്. ഓക്കെ, ഫൈൻ. അപ്പം എല്ലാവർക്കും